അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹ്മൻ വഅഖലൻ വദബൻ കാമില റബ്ബി തമ്മി ബിൽ ഖൈരി വസ്സഅദ. ബഹുമാനമുള്ള ഫത്ഹുൽ മുഈൻ അൽഫിയ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, പ്രത്യേകിച്ച് അഹ്ലുൽ ബൈത്ത് പണ്ഡിതന്മാർ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ, ഫത്ഹുൽ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഔഖാത്തു സ്വലാത്ത് ആയിരുന്നു നാം മനസ്സിലാക്കിയത്. അതിൽ നിസ്കാരം കറാഹത്തുള്ള ടൈം, നിസ്കരിക്കൽ അത് തന്നെ തഹരീമിന്റെ കറാഹത്തായ സമയം. തഹരീമിന്റെ കറാഹത്തും തൻസീഹിന്റെ കറാഹത്തും ഉണ്ട്. തഹരീമിന്റെ കറാഹത്ത് എന്ന് പറയുമ്പോൾ അത് ശക്തിയുള്ളതാണ്, ഹറാമോട് അടുത്തതാണ്. തൻസീഹിന്റെ കറാഹത്ത് എന്ന് പറയുമ്പോൾ അത് കുറച്ച് കട്ടി കുറവുണ്ട്, അങ്ങനെയാണ്. അപ്പൊ ഇത് തഹരീമിന്റെ കറാഹത്ത് തന്നെയാണ്. അത് ഒന്ന് നമുക്ക് ചുരുക്കിയാണെന്ന് പറയട്ടെ ആദ്യം, അതിനുശേഷം നമുക്ക് ഇബാറത്ത് വായിച്ചു വരാം. ഈ തഹരീമിന്റെ കറാഹത്ത് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഹറമ് അല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇത് വരിക. ഹറമിലാണെങ്കിൽ അത് വിഷയം അല്ല. ഈ കറാഹത്ത് പ്രായോഗികമായിട്ട് വരുന്നത് ഹറമിലാണ്, ഹറം അല്ലാത്ത സ്ഥലങ്ങളാണ്. ഹറമിൽ നിന്ന് ഇത് ഒഴിവാണ്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, യാ ബനി അബ്ദ മനാഫ് ലാ തംനഉ അഹദൻ ത്വാഫ ബിഹാദൽ ബൈതി വസല്ല അയ്യത സഅത്തിൻ ശാഅ മിൻ ലൈലിൻ ഔ നഹാരിൻ. റവാഹു അബൂ ദാവൂദ് വതിർമിദി. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ ഇങ്ങനെ കാണാം. അപ്പോ ഈ കാരണം കൊണ്ട് തന്നെ അവിടെ തവാഫ് ചെയ്യാൻ വരുന്ന ആളുകളെ നിങ്ങൾ വിലങ്ങരുത് എന്നാണ്. ഏത് സമയത്ത് വന്നുകൊണ്ടാവട്ടെ അവർ തവാഫ് ചെയ്തോട്ടുന്നത്. അപ്പൊ അവർ തവാഫ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇബ്രാഹിം മഖാമിന്റെ ബാക്കിൽ നിസ്കരിക്കേണ്ടതായിട്ട് വരും, തവാഫിന് 2 റക്അത്ത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ആമായിട്ടുള്ള മസലയിൽപ്പെട്ടതാണ് അത് ഹറമില് ഈ കറാഹത്ത് വരികയില്ല എന്ന്. മാത്രമല്ല മറ്റൊരു ഹദീസിലും വന്നിട്ടുണ്ട്, ലാ സ്വലാത്ത ബഅദ സുബ്ഹി ഹത്താ തദ്ലുഅ ശംസു വലാ ബഅദ അസ്രി ഹത്താ തഗ്റുബ ശംസു ഇല്ലാ ബി മക്ക എന്നാണ്. അതായത് സുബഹിന്റെ ശേഷം നിസ്കാരമല്ല സൂര്യൻ ഉദിക്കുന്നത് വരെ, അസറിന്റെ ശേഷമല്ല സൂര്യൻ അസ്തമിക്കുന്നത് വരെ, മക്കയിൽ ഒഴികെ. പിന്നെയും പറഞ്ഞു റസൂല ഇല്ലാ ബി മക്ക, മക്കയിൽ ഒഴികെ. പിന്നെയും പറഞ്ഞു ഇല്ലാ ബി മക്ക, മക്കയിൽ ഒഴികെ. 3 പ്രാവശ്യം പ്രവാചകൻ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എവിടെയാണ് ഈ കറാഹത്ത് ഉള്ളൂ, മക്ക അല്ലാത്ത സ്ഥലത്താണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ അസറിന്റെയും സുബഹിന്റെ ശേഷമുള്ള കറാഹത്ത് എന്ന് പറഞ്ഞാൽ ആ കറാഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നിസ്കാരം പ്രവർത്തിച്ചതിന് ശേഷമേ കറാഹത്തുള്ളൂ. ഒരാൾ അസർ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കുറച്ച് വൈകിപ്പോയി, എന്നാൽ പിന്നെ അയാൾക്ക് ആ ടൈമിൽ കറാഹത്താണോ എന്നല്ല, ആ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷമാണ് ആ കറാഹത്തിനെ പരിഗണിക്കപ്പെടുന്നത്. കുറച്ചങ്ങോട്ടോ വൈകിക്കഴിഞ്ഞാലും എന്നുകൂടി മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു നിസ്കാരം ജംആക്കി നിസ്കരിക്കാണ്. ഇപ്പൊ ളുഹറിന്റെ കൂടെ അസറിനെ കൊണ്ട് മുന്തിച്ച് ജമാക്കുകയാണെങ്കിൽ അസറും ളുഹറും കഴിഞ്ഞു. എന്നാൽ പിന്നെ ആ അസറിന്റെ നിസ്കാരം കഴിഞ്ഞതിന്റെ പേരിൽ ഈ ആളെക്കുള്ള നോക്കുമ്പോൾ ആ ടൈമുകളൊക്കെ ഏതന്നെയാണ് കറാഹത്തിന്റെ ടൈമായിട്ടാണ് പരിഗണിക്കുക. ളുഹറിന്റെ ശേഷം തന്നെ ആയിരിക്കും അസർ വാങ്ങി കൊടുത്തിട്ടില്ല, അപ്പോഴും കറാഹത്തായിട്ടാണ് അത് പരിഗണിക്കപ്പെടുക. ഏതുപോലെ ഇപ്പൊ നമ്മൾ ജമാക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പൊ മഗ്‌രിബിലേക്ക് ഇഷാനെ മുന്തിച്ച് ജമാക്കാണ്. അപ്പം ഇഷ നിസ്കാരം കഴിഞ്ഞു, ഇനി നമുക്ക് തറാവീഹ് നിസ്കരിക്കേണ്ടതുണ്ട്. ഈ തറാവീഹ് നമുക്ക് എപ്പോൾ നിസ്കരിക്കാം? മഗ്‌രിബിന് ശേഷം തന്നെ നിസ്കരിക്കാം. ജമാക്കിക്കൊണ്ട് ഇഷാന് ശേഷം ഉണ്ടായതുകൊണ്ട് അത് നമുക്ക് യാത്രയിലോ ഉള്ള ഇളവാണ്, അങ്ങനെയാണ് അവസരം. അപ്പോ അതുപോലെ ഇവിടെയും ആ ഇളവുണ്ട് എന്ന് മനസ്സിലാക്കാം. പിന്നെ കാരണം എന്താ പറയട്ടെ, ഫർഉൻ ശ്രദ്ധിക്കുക. ഫത്തുൽമിന്റെ ഇബാറത്തിലേക്ക് വരാം. യുക്റഹു തഹരീമൻ, തഹരീമിന്റെ കറാഹത്താണ്. സ്വലാത്തുൻ, നിസ്കരിക്കൽ തഹരീമിന്റെ കറാഹത്താണ്. എങ്ങനത്തെ നിസ്കാരമാണ്? ലാ സബബ ലഹ, ആ നിസ്കാരത്തിനക്ക് ഒരു കാരണമുള്ള നിസ്കാരമല്ല. കാരണമുള്ള നിസ്കാരം ഏതെന്ന് ഇപ്പോൾ പറയും. നഫിൽ മുത്തലക്ക സുന്നത്ത്, അതായത് ഒരു ഉപാധി ഇല്ലാത്ത മുത്തലക്ക സുന്നത്ത് നമുക്ക് എപ്പോഴും നിസ്കരിക്കാം. അതുപോലെ തന്നെയാണ് മിൻഹു, ആ മുത്തലക്കൻ നഫിൽപ്പെട്ട തന്നെയാണ് സ്വലാത്തു തസ്ബീഹ് നിസ്കാരം. ഇതിനൊന്നും ഒരു പ്രത്യേക കാരണമല്ല. അപ്പൊ അതുകൊണ്ട് ആ നിസ്കാരങ്ങള് ഈ കറാഹത്തായ ടൈമിൽ നിസ്കരിച്ചു കൂടാ എന്നർത്ഥം. അല്ലെങ്കിൽ കാരണമുണ്ട്, പക്ഷെ കാരണം പിന്തിയതാണ്, ശേഷം വരുന്ന കാരണമാണ്.
അങ്ങനെയാകുമ്പോൾ ഏതുപോലെ ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് നിസ്കരിക്കണം. ഇസ്തിഖാറ ഖൈറിന്റെ നിസ്കാരമാണ്. ആ നിസ്കാരം നമ്മൾ ഭാവിയിൽ ഇനി വരുന്നത് പറ്റുമോ ഇല്ലയോ നോക്കാനാണ്. അപ്പൊ ആ ഭാവിയിൽ വരുന്ന ആ കാരണം പിന്തിയിൽ കിടക്കാണ്. അതിൽ നിസ്കാരം ഇപ്പൊ കൊണ്ടുവരണം. അങ്ങനത്തെ അതിലുള്ള 2 റക്അത്ത് പോലെ ഇഹ്റാമിൻ 2 റക്അത്ത്. കുളി കഴിഞ്ഞതിന് ശേഷം ഇഹ്റാമിൻ 2 റക്അത്ത് നിസ്കരിക്കാറ്. അപ്പോ അതിന്റെ ഈ ഇഹ്റാം കൊണ്ട് ചെയ്യുന്ന കാര്യം അത് പിന്തിയതാണ്. അപ്പോ ഈ കാരണം എന്തായി? ഇതിനുള്ള ഈ ഇഹ്റാമിന്റെ കാരണം അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യം ചെയ്യേണ്ടത് പിന്തിയിട്ടാണ്. അപ്പോ അതിന്റെ സബബ് ഏതാണ്? പിന്തിയിട്ടാണുള്ളത്. അപ്പൊ ഇഹ്റാമിന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. ആ നിസ്കാരം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മള് ഉംറയാണല്ലോ, അല്ലെങ്കിൽ ഹജ്ജോ എന്തോ ആവട്ടെ. അപ്പോ അതിന്റെ കാരണം പിന്തിയിരിക്കുകയാണ്. നിസ്കാരം ഇപ്പോൾ കൊണ്ടുവരികയുമാണ്. അപ്പൊ ഇഹ്റാമിന്റെ നിസ്കാരം, ഇസ്തിഖാറയുടെ നിസ്കാരം, ഇതൊക്കെ കാരണം പിന്തിയതാണ്. ഒന്നുകിൽ ഒരു കാരണവും ഇല്ല, അല്ലെ ഉള്ള കാരണം പിന്തിയതാണ്. അങ്ങനത്തെ നിസ്കാരങ്ങൾ കറാഹത്തായ ടൈമിന് നിസ്കരിക്കൽ തഹരീമിന്റെ കറാഹത്താണ്. ഏതാണ് ആ തഹരീമിന്റെ കറാഹത്തിന്റെ ടൈം? ബാദ അദായി സുബ്ഹി വീട്ടിയതിനു ശേഷം, സുബ്ഹി നിസ്കാരത്തിന് ശേഷം. ഒരഭിപ്രായത്തിൽ സുബ്ഹിയുടെ സുന്നത്ത് നിസ്കരിച്ചാൽ തന്നെ തുടങ്ങുമെന്നുണ്ട്. ഏതായാലും സുബ്ഹി നിസ്കരിച്ച ശേഷം എന്നാണ് മുത്തുന്നത്. ഷംസു സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ. കറുംഹൻ ഒരു കുന്തത്തിന്റെ കതിർ കണ്ടിട്ട് സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ ഏതാണ്? കറാഹത്തിന്റെ ടൈമാണ്. ഇനി അസറിന്റെ ടൈമിലും കറാഹത്താണ്. എപ്പോൾ? ഹത്താ തഗ്റുബ അസറിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അസ്തമയ സമയം വരെ അതും കറാഹത്താണ്. ഇസ്തിവാഇൻ സൂര്യൻ മധ്യത്തിൽ വരുന്ന സമയത്ത്. എപ്പോ? ഗൈറ യൗമുൽ ജുമുഅന്റെ ദിവസം അല്ലാത്ത സമയത്ത്. ജുമുഅന്റെ ദിവസം ആ സമയത്ത് ഖുതുബ നടക്കുകയാണ്, ആളുകൾ വരികയാണ്, തഹയ്യത്തുണ്ട്, ഇങ്ങനെയുള്ള നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കേണ്ടി വരും. അപ്പൊ അത് അല്ലാത്ത സമയത്ത്, ഇസ്തിവാഇന്റെ സമയം അല്ലാത്തപ്പോഴും ആണ് ആ പറഞ്ഞത്. പിന്നെ ഏതല്ല? അപ്പോ ഈ പറയപ്പെട്ടത് സബബ് പിന്തിയതാവുക, അല്ലെങ്കിൽ ഒരു കാരണം ഇല്ലാതിരിക്കുക, ഇത്തരം നിസ്കാരങ്ങൾ നിസ്കരിക്കല് കറാഹത്താണ് തഹരീമിന്റെ. പക്ഷേ ഇനി കാരണം മുന്തിയതുണ്ടാവും. നമ്മൾ വുളു ചെയ്തു, എന്നിട്ട് വുളു ചെയ്തപ്പോൾ എന്തായി? വുളു എന്ന കാരണം മുന്തി. ഇതിന് ശേഷം നിസ്കാരം ഉണ്ടാണ്. അല്ലെങ്കിൽ തവാഫിന്റെ 2 റക്അത്ത് നിസ്കാരമുണ്ട്. തവാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തവാഫ് ചെയ്തു. ഈ തവാഫ് കഴിഞ്ഞിട്ടാണ് ഇത് ഇബ്രാഹിം മഖാമിന്റെ ശേഷം നിസ്കാരം വരുന്നത്. അപ്പൊ തവാഫ് എന്ന കാരണം മുന്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയിൽ കയറുക എന്നുള്ളത് തഹയ്യത്ത് നിസ്കരിക്കണം പള്ളി കാരണം. അപ്പൊ പള്ളിയിൽ കയറിയിട്ടാണ് തഹയ്യത്ത് നിസ്കരിക്കുന്നത്. അപ്പൊ കയറുക എന്നുള്ള കാരണം മുന്തി കഴിഞ്ഞു. അതുപോലെ കുസൂഫ് ഗ്രഹണം ഉണ്ടായി കഴിഞ്ഞു, എന്നിട്ടാണ് നിസ്കാരം. അപ്പൊ കാരണം മുന്തി. അതുപോലെ തന്നെ ജനാസ മയ്യത്ത് കൊണ്ടുവന്നു. അപ്പൊ ആ മരിക്കാന്നുള്ള മുമ്പ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ആ കാരണം മുന്തിയതാണ്. ആ മയ്യത്ത് നിസ്കാരം അതാണ് ഇനി പറയട്ടെ. അപ്പോ ലാമ ഒരു നിസ്കാരമല്ല, ലഹുവ നിസ്കാരത്തിനെ കൊണ്ട് സബബൻ കാരണമുണ്ട്. എങ്ങനത്തെ കാരണം? മുത്തഖദ്ദിമുൻ മുന്തിയതായ കാരണമുണ്ട്. ആ മുന്തിയതായ കാരണമുള്ള നിസ്കാരം ഏതുപോലെ? വുളുഇന്റെ 2 റക്അത്ത് പോലെ, തവാഫിന്റെ 2 റക്അത്ത് പോലെ, തഹയ്യത്തിന്റെ 2 റക്അത്ത്, ഖുസൂഫിൻ ഗ്രഹണത്തിന്റെ, സ്വലാത്ത് ജനാസ നിസ്കാരം പോലെയും. വലു അല ഗായിബിൻ ആ ജനാസ നിസ്കരിക്കുന്നത് ഗായിബായ മയ്യത്തിന്റെ മേൽ ആണെങ്കിലും അതിന്റെ സബബ് എന്താണ്? മുന്തിയതാണ്. ആദത്തിനുമായ ജമാഅത്തിൻ ഓൻ ആദ്യം നിസ്കരിച്ചു, ഇങ്ങനെ പോരുമ്പോഴാണ് അവിടെ ജമാഅത്ത് വന്നത്. അപ്പൊ ആ ജമാഅത്തിന്റെ കൂടെയുള്ള നിസ്കാരമാണ്. ആ നിസ്കാരമാണെങ്കിലും നിസ്കരിക്കാം, കറാഹത്തിന്റെ ടൈമിലാണെങ്കിലും. വലു ഇമാമൻ ഈ ജമാഅത്ത് ആയിട്ട് നിസ്കരിച്ച ആള് ഇമാമാണെങ്കിലും ശരി. ആദ്യം സ്വന്തം നിസ്കരിച്ചു, പിന്നെയാണ് ഒരു 10 ആള് വന്നത്. അപ്പോൾ ഓൾക്ക് ഇമാമ നിന്ന് കൊടുത്തു, വീണ്ടും നിസ്കരിക്കാം, അങ്ങനെയാണെങ്കിലും ശരി, അത് നിസ്കരിക്കാം. ഇമാമിന് ഒക്കെ ഫായിത്തത്തി ഫർദൻ ഈ ഫർദ് കുറേ പാഴായി പോയിട്ടുണ്ട്. ആ നിസ്കാരമാണ്, അത് കറാഹത്ത് നോക്കിക്കാൻ പറ്റുമോ? പെട്ടെന്ന് തീർക്കണ്ടല്ലേ? അപ്പൊ അത് നിസ്കരിക്കാം. നഫിലിൻ അല്ലെങ്കിൽ ഒരു സുന്നത്ത് നിസ്കാരം. പക്ഷെ ഒരു സുന്നത്ത് നിസ്കാരം, പക്ഷെ ആ സുന്നത്ത് നിസ്കാരം ഈ ടൈമിലേ കൊണ്ടുവരണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ലം നഫ്സു തഅ്സിറുഹാലിൽ വഖ്തിൽ മക്റൂഹി മക്റൂഹായ ഈ ടൈമിലേക്ക് അതിനെ ബന്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ലിയഖ്ദിഹ ഈ മക്റൂഹായ ടൈമിൽ തന്നെ അതിനെ വീട്ടാൻ വേണ്ടി, ലിയഖ്ദിഹ നിസ്കാരത്തെ വീട്ടാൻ വേണ്ടി, ഫീഹി മക്റൂഹായ ടൈമിൽ അങ്ങനെ അതിന് ഉദ്ദേശിച്ചിട്ട് ഇല്ല. അങ്ങനെയുള്ള നഫലുകളും ഏതാണ്? നിസ്കരിക്കാം. അപ്പൊ ആ ഗണത്തിൽ നമുക്ക് യാത്രയുടെ സുന്നത്തൊക്കെ കൊണ്ടുവരാം. കാരണം അത് നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെ ആവൂല, യാത്രക്ക് വേണ്ടി ഒരുങ്ങി. അപ്പോ പിന്നെ ഇനി ടൈമില്ല, അപ്പൊ നിസ്കരിക്കാന്നുള്ളതാണ്. എന്നാൽ യാത്രന്റെ സുന്നത്ത് കുറച്ച് നേരത്തെ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, ഈ സമയത്തെ പരിഗണിച്ചുകൊണ്ട്. ഔ യുദാബിമു അലൈഹി അല്ലെങ്കിൽ
അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ ഖളാഇനെ ആ ടൈമിൽ തന്നെ കൊണ്ടുവരണമെന്ന് നിത്യമാക്കുക എന്നുള്ള ഉദ്ദേശമല്ല. എപ്പോഴും ആ ടൈമിൽ തന്നെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ആ ടൈമിൽ ഇപ്പൊ തൽക്കാലം കൊണ്ടുവരാം എന്നുള്ള രണ്ടും ഉദ്ദേശമില്ലാത്തടത്താണ് എന്ത് പറഞ്ഞത്, നിസ്കരിക്കാമെന്ന് പറഞ്ഞത്. ഇനി ഫലവും തഹറ സ്വലാത്തിന് കയറി സാഹിബത്തിൽ ബൈത്തി വക്തി, സമയത്ത്, അതായത് സാഹിബത്തുൽ വക്ത്, ആ ടൈം അല്ലാത്ത സമയത്ത് നിസ്കരിക്കേണ്ടുന്ന നിസ്കാരത്തെ സംഭവിപ്പിക്കുന്ന ഒരാൾ ഉദ്ദേശിച്ചു. വലു തഹറ സ്വലാത്തിന് കയറി സാഹിബത്തുൽ വക്തി, സാഹിബത്തുൽ വക്ത് അല്ലാത്ത നിസ്കാരത്തെ സംഭവിപ്പിക്കുന്ന ഒരുത്തിന് ഉദ്ദേശിച്ചു. ഫിൽ വക്തിൽ മക്റൂഹി, മക്റൂഹായ ടൈമില്. അപ്പൊ ആ മക്റൂഹായ ടൈമിൽ തന്നെ നിസ്കരിക്കണം എന്നോന്ന് ഉദ്ദേശിച്ചു. രാത്രിന്റെ മുമ്പത്തെ സമയമുണ്ട്. മിൻഹൈസ് കൗനു മക്റൂഹാണ് എന്ന ഹൈസിയത്തിൽ, ആ അടിസ്ഥാനത്തിൽ തന്നെ ആ മക്റൂഹായ ടൈമിൽ തന്നെ ഒരു നിസ്കാരം, ഒരു അസർ ളുഹർ ഏത് എടുത്താലും പോരാ. അപ്പോ ളുഹർ അസർ ഏതാവട്ടെ, ആ നിസ്കാരം ആ ടൈമിലേക്ക് ഓന് കറാഹത്താണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ പിന്തിപ്പിക്കലിനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫതഹ്റുമു മുത്ലഖ, ആ നിസ്കാരം ആ ടൈമിൽ കൊണ്ടുവന്നില്ല, ഹറാമാണ്. മുത്ലഖൻ ഒരു ഉപാധിയുമില്ല. അത് സബബ് മുന്തിയതാണെന്നോ പിന്തിയതാണെന്നോ ഒന്നും അവിടെ നോട്ടല്ല. സബബ് മുന്തിയതാണെന്നോ പിന്തിയതാണെന്നോ ഒന്നും നോട്ടല്ല. അത് നഫിലാണെന്നോ അല്ലെ സുന്നത്താണോ സുന്നത്തല്ലേ എന്നുള്ള ഒരു നോട്ടമല്ല. ആ നിസ്കാരം ആ സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ്. മാത്രല്ല വലാ തൻഅഖിദു, അത് കെട്ടുപെടുകയുമില്ല. വലോ ഫായിത്തൻ, അത് പാഴായിപ്പോയ നിസ്കാരമാണെങ്കിലും ശരി. പക്ഷേ യജിബു ഖളാഉഹാ ഫൗറൻ, ആ നിസ്കാരത്തെ വേഗത്തിൽ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അന്നഹു മുആനിദുൽ ലിശ്ശറഇ, ഇയാളിപ്പോ എന്താ ചെയ്തത്, ആ നിസ്കാരത്തിന് ആ ടൈമിലേക്ക് തന്നെ കൊണ്ടുവരലിനെ ഉദ്ദേശിച്ചു. അതുകൊണ്ടോന്ന് ഇസ്ലാമിനോട് എന്തായി, തർക്കത്തിലായിട്ട്, ഒരു തർക്കവാദിയായിട്ട്, അതിന് ഒരു ശത്രുതാ മനോഭാവം വെച്ചിട്ടാണ് അവൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് പെട്ടെന്ന് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അപ്പൊ പറഞ്ഞ മസലതാണ്, ഒരു നിസ്കാരത്തിന്റെ ടൈം അല്ലാത്തയിടത്ത് നിസ്കാരത്തെ സംഭവിപ്പിക്കണമെന്ന് ഒരാൾ ഉദ്ദേശിച്ചു. അതായത് മക്റൂഹ ടൈമിൽ തന്നെ നിസ്കരിക്കണം എന്നാണ് ഉദ്ദേശിച്ചു. അങ്ങനെ കൊണ്ടുവന്നു. മക്റൂഹാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ അത് സബബ് മുന്തിയതാണെങ്കിലും മുന്തിയതല്ലെങ്കിലും നഫലാണെങ്കിലും ഫർളാണെങ്കിലും ഏതാണെങ്കിലും മുത്തലക്കൻ നിലക്കത് ഹറാമാണ് എന്നല്ല. ആ നിസ്കാരം കണക്കി കൂട്ടൂലാതെ അക്കിയതു എന്ന് പറഞ്ഞതാണ്. പാഴായിപ്പോയ നിസ്കാരം ആണെങ്കിലും ശരി. യജിബു ഖളാഉഹാ, നിസ്കാരത്തെ ഖളാ വീട്ടൽ അവനക്ക് നിർബന്ധമാണ്. ഫൗറൻ, വേഗതയിൽ. ഷറഇനോട് മത്സരം ചെയ്തവനാണ് എന്ന കാരണം കൊണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി നമുക്ക് മറ്റേ 5ാമത്തെ ഷർത്താണ് പഠിക്കാനുള്ളത്. അപ്പൊ മക്റൂഹായ സമയത്തിന്റെ കാരണവും സബബും മുന്തിയതും പിന്തിയതും ഉള്ള വിഷയങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് മറ്റ് ഭാഗം അടുത്ത ദിവസം നമുക്ക് പ്രതിപാദിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖൈറിനെ പറയാനും കേൾക്കാനും അനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും അത് ഷെയർ ചെയ്ത് എല്ലാവരും എത്തിച്ചു കൊടുക്കാനൊക്കെ ഉള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അഅലം.